അൽഹംദുലില്ലാ അൽ വാഹിദിൽ ഖഹാർ അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ബഹുമാന്യരായ പ്രേക്ഷകരെ, സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ നാം വിശുദ്ധ ഖുർആനിലെ 19-ാമത്തെ അധ്യായമായ സൂറത്ത് മറിയമിലെ 23 ആയത്തുകളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം മനസ്സിലാക്കിയത്. ഇനി 24 മുതലുള്ള ആയത്തുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. കഴിഞ്ഞ 23-ാമത്തെ ആയത്തിൽ മറിയം ബീവി അവർക്ക് ഗർഭം ധരിക്കുകയും അവസാനം അവർക്ക് പ്രസവവേദന വന്നപ്പോൾ ഒരു ഈത്തപ്പനയുടെ ചുവട്ടിലേക്ക് മാറുകയും ചെയ്തു. ഫജാഅഹൽ മഹാലു ഇലാ ജിദ്ഇൻ നഖ്ല. അവിടെ ആ ഈത്തപ്പനയുടെ അടുത്തെത്തിയ അവർ തൻ്റെ അവസ്ഥകൾ ഓർത്തുകൊണ്ട് വിലപിക്കുന്നൊരു രംഗമുണ്ട്. ഖാലത്ത് യാ ലൈതനീ മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയ. ആ കഷ്ടം, ഇതിനു മുമ്പ് ഞാൻ മരിച്ച് മണ്ണടിഞ്ഞ് എൻ്റെ പേരും കുറിയുമൊക്കെ വിസ്മൃതിയിലായിപ്പോയിരുന്നെങ്കിൽ എന്ന് അവർ പ്രത്യാശിക്കുകയാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്നതിലേറ്റവും വലിയ ഭാരം, താങ്ങുന്ന പ്രയാസം അനുഭവിക്കുന്ന ഒരു ഘട്ടമായിരുന്നു അത്. അതുകൊണ്ടാണ് മറിയം ബീവി അങ്ങനെ ഒരു പ്രാർത്ഥന നടത്തിയത്. തുടർന്ന് 24-ാമത്തെ ആയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിനു മുമ്പ് ആ ഭാഗമൊന്ന് നമുക്ക് പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم فناداها من تحتها ألا تحزني قد جعل ربك تحتك سريا وهزي إليك بجذع النخلة تساقط عليه رطبا جنيا فكلي واشربي وقري عينا فإما ترين من البشر أحدا فقولي إني نذرت للرحمن صوما فلن نكلم اليوم إنسيا فأتت به قومها تحمله قالوا يا مريم لقد جئت شيئا فريا يا أخت هارون ما كان أبوك امرأ سوء وما كانت أمك بغيا فأشارت إليه قالوا كيف نكلم من كان في المهد صبيا. 23-ാമത്തെ ആയത്ത്. ഫനാദാഹ, അപ്പോൾ അവൻ അവളെ വിളിച്ചു. മിൻ തഹ്തിഹ, താഴ്ഭാഗത്ത് നിന്ന്. അല്ലാ തഹ്സനീ, നീ ദുഃഖിക്കണ്ട. കത് ജഅല, ഉണ്ടാക്കി തന്നിരിക്കുന്നു, റബ്ബുക്കി, നിൻ്റെ നാഥൻ, തഹ്തക്കി, നിനക്ക് താഴെ, ശരിയ, ഒരു അരുവി. ഒന്നുകൂടി പറയാം. ഫനാദാഹ, അപ്പോൾ അവൾ അവളെ വിളിച്ചു. മിൻ തഹ്തിഹ, അതിൻ്റെ താഴ്ഭാഗത്ത് നിന്ന്. അല്ലാ തഹ്സനി, നീ ദുഃഖിക്കണ്ട. കത് ജഅല, ഉണ്ടാക്കി തന്നിരിക്കുന്നു, റബ്ബുക്കി, നിൻ്റെ നാഥൻ, തഹ്തക്കി, നിനക്ക് താഴെ, ശരിയ, ഒരു അരുവി ഉണ്ടാക്കി തന്നിരിക്കുന്നു. അങ്ങനെ ഈ വിഷമവും പ്രസവവേദനയൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിലാണ് മറിയം ബീവിക്ക് ഒരു വിളിയാളം ലഭിക്കുന്നത്. മറിയം ഈന്തപ്പന ചുവട്ടിൽ പ്രയാസങ്ങൾക്ക് താഴെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കവേ താഴെ നിന്ന് ഒരു വിളിയാളമുണ്ടായി. ദുഃഖിക്കേണ്ട, അള്ളാഹു കൂടെയുണ്ട്. അവനിതാ നിൻ്റെ കാൽച്ചുവട്ടിൽ തന്നെ തെളിനീർ ചോല ഒഴുക്കിയിരിക്കുന്നു. നീ ചാരിയിരിക്കുന്ന ഈന്തപ്പന ഒന്ന് കുലുക്കി നോക്കാനൊക്കെ പിന്നീടുള്ള ആയത്തുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ
വെള്ളവും കുടിച്ച് സുഖപ്രസവം നിർവഹിക്കാൻ വേണ്ടി ഇതാ നിനക്കൊരു ഒരു നദി ഒഴുക്കിയിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഈ സരിയ എന്ന് പറഞ്ഞാൽ നദി അല്ലെങ്കിൽ അരുവി എന്നൊക്കെയാണ് അർത്ഥം. അവിടെ വിളിച്ചത് ആരാണ് എന്ന് വ്യക്തമായി പറയുന്നില്ല. അധികം മുഫസ്സിറുകളും പറയുന്നത് മലക്ക് തന്നെയാണ് മറിയം ബീവിയെ അവിടെ വിളിച്ചത്. കാരണം മറിയം ബീവിയുടെ ഈത്തപ്പനയും മറിയം ബീവിയും നിൽക്കുന്നത് അല്പം ഉയർന്ന പ്രദേശത്താണ്. താഴെ നിന്നാണ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മറിയമിനെ വിളിക്കുന്നത്. അതുകൊണ്ടാണ് മിൻ തഹ്തിഹ എന്ന് പറഞ്ഞത്. അവളുടെ താഴെ ഭാഗത്ത് നിന്ന് വിളിച്ചു എന്ന് പറയുന്നത്. വിളിച്ച് അവളെ ആശ്വസിപ്പിക്കുകയാണ്. അല്ലാ തഹ്സനി, നീ വിഷമിക്കേണ്ട, ദുഃഖിക്കേണ്ട. നേരത്തെ മിത്തു കബലഹാദ വക്കുന്തു നസിയം മൻസിയ എന്നൊക്കെ പറയുമാറ് വിഷമം അനുഭവിക്കുകയാണല്ലോ മറിയം ബീവി. അങ്ങനെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രസവഘട്ടത്തിലെ പ്രയാസങ്ങൾ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നായിരിക്കും. ആ സന്ദർഭത്തിൽ മലക്ക് മറിയം ബീവിയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഒരിക്കലും വിഷമിക്കണ്ട, പ്രയാസപ്പെടണ്ട. അല്ലാഹു തആല നിനക്ക് താഴെ ഒരു അരുവി ഒഴുക്കിയിട്ടുണ്ട്. പിന്നെ അരുവിയിൽ നിന്ന് കുടിക്കാനും ഭക്ഷിക്കാനൊക്കെ ഉള്ളത് അടുത്ത ആയത്തുകളിൽ പറയുന്നുണ്ട്. ഇതേ സമയം ഇതിന് മറ്റൊരു തഫ്സീറും കൂടി മുഫസ്സിറുകൾ ചിലർ പറയുന്നുണ്ട്. ആ തഫ്സീർ അനുസരിച്ച് വിളിച്ചത് ഈസാ അലൈഹിസ്സലാമാണ്, കുട്ടിയാണ്. കുട്ടി അവിടെ താഴെ എന്ന് പറയുമ്പോൾ കുട്ടി തറയിലാണ് നിൽക്കുന്ന ഉമ്മയെ വിളിക്കുകയാണ്. എന്നിട്ട് ഉമ്മയോട് പറയുകയാണ്, പ്രസവാനന്തരമുള്ള ഘട്ടത്തിൽ ഉമ്മ പ്രയാസപ്പെടണ്ട. പകരം സരിയ എന്ന വാക്കിന് അവിടെ കൊടുത്ത അർത്ഥം, സരിയ എന്നുള്ളതിന് മാസ്റ്റർ അല്ലെങ്കിൽ അഭിമന്യനായ വ്യക്തി, ഉന്നതനായ ആൾ എന്നൊക്കെയുള്ള അർത്ഥവുമുണ്ട്. എന്ന് പറഞ്ഞാൽ ഉമ്മ ഭയപ്പെടേണ്ടതില്ല, ഉമ്മ വ്യസനിക്കേണ്ടതില്ല. തീർച്ചയായും ഒരു ഉന്നതനായ വ്യക്തിയായി ഈ കുഞ്ഞു വളരും എന്ന് ഈസാ അലൈഹിസ്സലാം പറയുന്നതായിട്ടും മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് ശേഷമുള്ള ആയത്തിൽ കുടിക്കാനും മറ്റൊക്കെ പറയുന്നത് കൊണ്ട് ഇവിടെ സരിയ എന്നത് നീർച്ചാൽ തന്നെയാണ് എന്നാണ് അധികം മുഫസ്സിറുകളും വിശദീകരിക്കുന്നത്. മറ്റു വിശദീകരണങ്ങളും പ്രമുഖരായ മുഫസ്സിറുകൾ നൽകുന്നുണ്ട്. എന്തായാലും ശരി, ജിബ്രീൽ അലൈഹിസ്സലാം മറിയം ബീവിയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലാ തഹ്സനി, നീ ഒരിക്കലും വിഷമിക്കേണ്ടതില്ല. പകരം അല്ലാഹു തആല നിനക്ക് താഴെ ഭാഗത്ത് ഒരു അരുവി തന്നെ ഒരുക്കിയിട്ടുണ്ട്. ആ നിനക്കൊരു വലിയ അരുവി ഒഴുക്കിയിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് പറയുന്നത് 25-ാമത്തെ ആയത്തിൽ വഹുസ്സി ഇലൈകി ബിജിദ്ഇൻ നഖലത്തി തുസാഖിത് അലൈകി റുതബൻ ജനിയ്യാ. വഹുസ്സി ഇലൈകി, ഹുസ്സി നീ പിടിച്ചു കുലുക്കുക, ഇലൈക്ക് നിൻ്റെ നേർക്ക്, ബിജിദ് മരത്തെ, അന്നഹലത്തി ഈത്തപ്പനയുടെ മരത്തെ നീ പിടിച്ചു കുലുക്കുക, തുസാഖിത്ത് അത് വീഴ്ത്തിത്തരും, അലൈക്ക് നിനക്ക്, റുതബൻ ജനിയ പഴുത്ത് പാകമായ ഈത്തപ്പഴം. ഒന്നുകൂടി പറയാം, വഹുസ്സി നീ പിടിച്ചു കുലുക്കുക, ഇലൈക്ക് നിൻ്റെ നേർക്ക്, ബിജിദ്ഇൻ നഖലത്തി ഈത്തപ്പനയുടെ മരത്തെ, തുസാഖിത്ത് അലൈക്ക് നിനക്കത് വീഴ്ത്തിത്തരും, റുതബൻ ജനിയ പഴുത്ത് പാകമായ ഈത്തപ്പഴം അത് നിനക്ക് വീഴ്ത്തിത്തരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ആ താഴെ മലക്ക് വീണ്ടും അവരോട് പറയുന്നത്, നീ ആ ഈത്തപ്പന ഒന്ന് പിടിച്ച് കുലുക്കണം. അങ്ങനെ കുലുക്കുമ്പോൾ ധാരാളം പഴുത്ത ഈത്തപ്പഴം നിനക്കത് വീഴ്ത്തിത്തരും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഒരു ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഈത്തപ്പനത്തടി കുലുക്കുക എന്നത് വളരെ പ്രയാസകരമായൊരു കാര്യമാണ്. പക്ഷേ അല്ലാഹു തആല അവരോട് പറഞ്ഞത് തനിക്ക് കഴിയുന്ന വിധത്തിൽ അതൊന്ന് കുലുക്കാനാണ്. ആ കുലുക്കലിൻ്റെ ശക്തിയിൽ ഈത്തപ്പഴം വീഴുമെന്നല്ല പറഞ്ഞത്. ഈത്തപ്പഴം നൽകാൻ അല്ലാഹു തആല തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊരു കാര്യകാരണ ബന്ധമുണ്ടാക്കാൻ വേണ്ടി, ഒരു കാരണമുണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈത്തപ്പന മരം ഒന്ന് കുലുക്കാൻ പറയുന്നത്. അത് എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ താനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴല്ല, ഒന്ന് മുട്ടുമ്പോഴാണ് അനുഗ്രഹങ്ങൾ കിട്ടുക. അപ്പോൾ നമ്മൾ പറയാലോ,
വാതിലിൽ നമ്മളൊന്ന് മുട്ടുന്നു. വാതിലിൽ മുട്ടുമ്പോൾ തുറക്കുന്നത് ആ മുട്ടലിൻ്റെ ശക്തിയിലല്ല, മറ്റൊരാളാണ് തുറക്കുന്നത്. എന്നതുപോലെ അല്ലാഹു തആല ഈത്തപ്പന മരത്തെ ഒന്ന് കുലുക്കാൻ കഴിയുന്ന രൂപത്തിൽ കുലുക്കാൻ പറയുകയാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ അപാരമായ കഴിവ് കൊണ്ട് ഈത്തപ്പഴ മരത്തിൽ നിന്ന് പഴുത്ത ഈത്തപ്പഴങ്ങൾ ധാരാളമായി ലഭിക്കുകയാണ്. അപ്പോൾ പണ്ടൊരു കവി അതിൻ്റെ പറഞ്ഞൊരാശയം ഇങ്ങനെയാണ്: അള്ളാഹു മറിയമിന് സന്ദേശമൂതി, കുലുക്കൂ മരം തുരുതുരാ വീഴും പഴം. അവനിച്ഛിച്ചിരുന്നുവെങ്കിൽ മരം കുലുക്കാതെയും അവൾക്കത് കൊടുക്കുമായിരുന്നു. പക്ഷേ എല്ലാ കാര്യത്തിനും ഉണ്ട് ഒരു കാരണം. അപ്പം എന്ത് കാര്യത്തിനും ഒരു കാരണത്തോടു കൂടിയാണ് അത് ചെയ്യുക. എന്നതുപോലെ അല്ലാഹു തആല മറിയം ബീവിയോട് ഈത്തപ്പനെ ഒന്ന് കുലുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ആ കുലുക്കലിൻ്റെ ശക്തിയിലല്ലെങ്കിലും അതിൻ്റെ കാരണമായി ധാരാളം പഴുത്ത ഈത്തപ്പഴം മറിയം ബീവിക്ക് ആ ഘട്ടത്തിൽ ലഭിക്കുകയാണ്. വളരെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രസവരംഗത്ത് അവർക്ക് കിട്ടാവുന്ന സമ്പുഷ്ടമായ ഒരു പഴമാണ് ഈത്തപ്പഴം. അപ്പോൾ അല്ലാഹു തആല അവർക്ക് ആ ഈത്തപ്പഴവും കൂടി അതിലൂടെ നൽകി എന്നതാണ്. തുസാക്കിത്ത് എന്ന് പറഞ്ഞാൽ ശരിക്ക് തത്തസാക്കത്ത് എന്ന ഇതിൽ നിന്നാണ് വരുന്നത്. അതിലെ ഒരു 2 താ അടുത്ത് വന്നപ്പോൾ ഒരു താ കളഞ്ഞതാണ്. അപ്പോൾ തത്താസക്ക എന്നുള്ളതിന് പകരം തുസാക്കിത്ത് എന്ന് പറഞ്ഞു എന്ന് മാത്രം. അതേപോലെ തന്നെ ജനിയ എന്ന് പറഞ്ഞാൽ ശരിക്കും പാകമായത്, വളരെ പാകപ്പെട്ട് കിടക്കുന്ന ഒന്ന് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ജനിയ എന്ന പദം പ്രയോഗിക്കാറ്. ശരിക്ക് ഇറുത്തെടുക്കുക എന്ന അർത്ഥത്തിലാണ് ജനിയ് എന്ന് വരുന്നത്. അതിൽ നിന്നാണ് ജനിയ എന്നുള്ള വാക്ക് വന്നത്. അതായത് പറിച്ചെടുത്തത്, വാടാത്തത്, തുടുപ്പ് നഷ്ടപ്പെടാത്തത് എന്നൊക്കെ അർത്ഥം. നമ്മൾ ഇംഗ്ലീഷിൽ ഫ്രഷ് എന്ന് പറയുന്ന അർത്ഥമാണ് ജനിയ എന്നുള്ളതിന്. നല്ല ഫ്രഷായ ഈത്തപ്പഴം അല്ലാഹു തആല വീഴ്ത്തിത്തരും എന്നാണ് അവിടെ പറഞ്ഞത്. അങ്ങനെ വഹുസ്സി ഇലൈക്ക് ബിജിദ്ഇൻ നഖ്ല, നീ ഇലൈക്ക് ബിജിദ്ഇൻ നഖ്ലത്തി, ഈത്തപ്പന തടിയൊന്ന് പിടിച്ചു കുലുക്ക്. തുസാഖിത്ത് അലൈഹി റുതബൻ ജനിയ, അപ്പോൾ പാകമായ ഈത്തപ്പഴം അത് നിനക്ക് വീഴ്ത്തിത്തരും, അത് നിനക്ക് കഴിക്കാവുന്നതാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത ആയത്തിൽ 26-ാമത്തെ ആയത്തിൽ വീണ്ടും അത് വിശദീകരിച്ച് പറയുന്നുണ്ട്. 26-ാമത്തെ ആയത്ത് നോക്കാം. ഫകുലി വശ്റബി വഖരി ഐനാ ഫഇമ്മാ തറയിന്ന മിനൽ ബശരി അഹദൻ ഫഖൂലി ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ ഫലൻ നുകല്ലിമൽ യൗമ ഇൻസിയാ. അങ്ങനെ കുലി, നീ തിന്നുകൊള്ളുക. വഷ്റബി, അക്കല അതിൻ്റെ അംബുസിയാണ് കുൽ. അക്കല തിന്നു, കുൽ നീ തിന്നുക. കുലി സ്ത്രീലിംഗമായതുകൊണ്ട് നീ തിന്നുക. അതേപോലെ ഷരിബ ഇഷ്റബു, അതിൻ്റേതാണ് ഇഷ്റബ്, അതിൽ നിന്നുള്ളതാണ് ഇഷ്റബി, സ്ത്രീലിംഗമായതുകൊണ്ട് ഇഷ്റബി എന്ന് പ്രയോഗിച്ചത്. നീ കുടിക്കുകയും ചെയ്യുക. വഖരി, ഖുറത്തായെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. നീ കുളിർക്കുകയും ചെയ്യുക. ഐന, കണ്ണ്. വഖരി ഐന, നിൻ്റെ കണ്ണ് കുളിർക്കുകയും ചെയ്യുക. ഫഇമ്മാ തറയിന്ന, ഇനി നീ കാണുകയായാൽ. തറയിന്ന എന്നുള്ള വാക്ക് എറ എന്നതിൽ നിന്ന് അഥവാ എറ എന്നുള്ളതിൻ്റെ ഇത് തെറ, ആ തെറ എന്നുള്ളതിന് തെറ ഐന എന്നുള്ളതിനോട് കൂടി ഒരു ഷദ്ദുള്ള നൂനും കൂടി ചേരുമ്പോൾ തെറ ഐനന്ന എന്നുള്ള വാക്കായി മാറും. അതിനെ ലോപിച്ചിട്ട് തെറ ഇന്ന എന്നാക്കിയതാണ്. അതിപ്പോൾ ഉച്ചാരണ സൗകുമാര്യത്തിൽ ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ തന്നെ പറയാലും ഞാൻ അങ്ങോട്ട് പോയി എന്നുള്ളത്, ഞാൻ അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞ പോലെ ചില വാക്കുകൾ അതിൽ നിന്ന് വിട്ടു പോകുന്നതാണ്. നീ എങ്ങോട്ടാണ് പോകുന്നത്, നീ എങ്ങോട്ടാണ് പോണത് എന്ന് നമ്മൾ പറഞ്ഞ പോലെ ചില പദങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കി ഉച്ചാരണ സൗകര്യത്തിന് വേണ്ടി വെക്കുന്നതാണ്. അപ്പോൾ ഇമ്മാ തറ ഇന്ന, നീ കാണുകയായാൽ മിനൽ ബശരി, മനുഷ്യരിൽ നിന്നും, അഹദൻ വല്ലവരെയും, വല്ല ഒരുത്തനെയും നീ മനുഷ്യരിൽ നിന്ന് കണ്ടാൽ, അപ്പോൾ കൂലി കാഫാണ്, കൂലി നീ പറയണം, ഇന്നീ നിശ്ചയമായും ഞാൻ നദർത്തു നേർച്ച നേർന്നിരിക്കുന്നു, ലിർറഹ്മാൻ പരമകാരുണികന്, സൗമാ നോമ്പ്, ഫലൻ അതിനാൽ, ലൻ നുക്കല്ലിമ ഞാൻ സംസാരിക്കുന്നതേ അല്ല, അല്യോമ ഇന്ന്, ഇൻസിയ ഒരു മനുഷ്യനോട് ഞാൻ സംസാരിക്കൂല എന്ന് പറയണം. ഒന്നുകൂടി പറയാം.
ഫകുലി, അങ്ങനെ നീ തിന്നുകൊള്ളുക, വഷ്റബി, നീ കുടിക്കുകയും ചെയ്യുക, വഖർരി ഐനാ, നിന്റെ കണ്ണ് കുളിർക്കുകയും ചെയ്യുക. ഫഇമ്മാ തറയിന്ന മിനൽ ബശരി അഹദ, നീ മനുഷ്യരിൽ നിന്ന് വല്ലവരെയും കാണുകയായാൽ ഫഖൂലി, അപ്പോൾ നീ പറയണം, മിന്നീ, നിശ്ചയമായും ഞാൻ, നദർത്തു, നേർച്ചയാക്കിയിരിക്കുന്നു, ലിർറഹ്മാനി, പരമകാരുണികന്, സൗമാ, നോമ്പ്, ഫലൻ ഉക്കല്ലിമൽ യൗമ, ഇന്ന് അതിനാൽ ഞാൻ സംസാരിക്കുന്നതേയല്ല, ഇൻസിയ, ഒരു മനുഷ്യനോടും. ഇൻസ് അതിൽപ്പെട്ടത് എന്നുള്ള അർത്ഥത്തിലാണ് ഇൻസി, മനുഷ്യരിൽപ്പെട്ടവർ, ആ മനുഷ്യരായ ആളുകളോടൊന്നും ഞാൻ സംസാരിക്കുന്നതല്ല എന്നാണ്. ബഷർ എന്ന് പറഞ്ഞാലും മനുഷ്യരാണ്, തൊലിയില്ലാത്ത, വേറെ തൊലിക്ക് മുകളിൽ ആവരണമില്ലാത്ത തൊലി, പ്രത്യക്ഷമായ തൊലി ഉള്ളത് എന്നുള്ള അർത്ഥത്തിലാണ് ബഷർ എന്നുള്ള വാക്കും വരുന്നത്. ഇവിടെ മറിയം ബീവിയോട് മലക്ക് വീണ്ടും പറയുന്നത്, നീ തിന്നണം, നീ ഈത്തപ്പഴമൊക്കെ കഴിക്കുക, നേരത്തെ ഒഴുക്കിയ നീർച്ചാലിൽ നിന്ന് കുടിക്കുകയും ചെയ്യുക. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് സന്തോഷത്തോടെ നിൻ്റെ കണ്ണുകൾക്ക് നീ കുളിർമയേകുക. ഈ പ്രസവത്തിൻ്റെ ഘട്ടത്തിൽ അസ്വസ്ഥതപ്പെട്ടും പ്രയാസപ്പെട്ടും കഴിഞ്ഞുകൂടാൻ പാടില്ല. നീ വളരെ സന്തോഷപരിയും നല്ല രീതിയിലും ആയിത്തീരണം എന്ന് മലക്ക് മറിയം ബീവിയെ ഉപദേശിക്കുകയാണ്. ഇനി ഈ ഘട്ടത്തിൽ, പൂർണ്ണഗർഭിണിയായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ, അല്ലെങ്കിൽ ഇമ്മാ തറയിന്ന മിനൽ ബശരി അഹദ, മനുഷ്യരിൽ നിന്ന് ആരെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ, ഈ ഭാഗത്ത് ഇനി ആളുകൾ വരികയും പരമാവധി വിജനമായ സ്ഥലത്താണെങ്കിൽ പോലും ഒരു സ്ത്രീ എങ്ങനെയാണ്, എവിടെയാണ്, എന്താണെന്നൊക്കെയുള്ള അറിയും. പൂർണ്ണഗർഭിണിയായി പ്രസവവേദനയും പ്രസവിക്കുകയും കുട്ടിയൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന ഘട്ടത്തിൽ ആളുകൾ സ്വാഭാവികമായി ചോദിക്കും, ഇതെങ്ങനെ ഉണ്ടായതാണെന്നൊക്കെ ചോദിക്കും. ആ സന്ദർഭത്തിൽ ഫഖൂലി, നീ പറയണം, ഇന്നീ നദർത്തു ലിർറഹ്മാനി സൗമ, ഞാൻ എൻ്റെ കാരുണ്യവാനായ അള്ളാഹുവിന് നോമ്പ് നേർന്നിരിക്കുകയാണ്. നോമ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും സൗമ് എന്ന് പറഞ്ഞാൽ വർജിക്കുക എന്നാണ് അർത്ഥം. നമ്മൾ ഭക്ഷണപാനീയങ്ങളും ലൈംഗിക കാര്യങ്ങളും ഉപേക്ഷിക്കുന്നതുകൊണ്ടാണ് റമദാനിലെ നോമ്പിനൊക്കെ നമ്മൾ സൗമ് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ നോമ്പ് നേർന്നിരിക്കുകയാണ്, അതുകൊണ്ട് ഫലൻ ഉക്കല്ലിമൻ യൗമ ഇൻസിയ, ഒരു മനുഷ്യനോടും ഞാൻ സംസാരിക്കുന്നതല്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ ആയത്ത് നമ്മൾ അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭക്ഷണം കഴിക്കാനൊക്കെ പറഞ്ഞു, ഇനി ആളുകൾ സ്വാഭാവികമായി ചോദിക്കുകയാണെങ്കിൽ നീ പറയേണ്ടത്, ഞാൻ മൗനവ്രതത്തിലായിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ ഉദ്ദേശമില്ല, ഈ വിഷയത്തിൽ ഇടപെട്ടൊന്നും ഇപ്പോൾ തൽക്കാലം സംസാരിക്കേണ്ട എന്ന നിർദ്ദേശമാണ് നൽകുന്നത്. ഇവിടെ ഈ മൗനവ്രതം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ ശരീഅത്തിൽ അനുവദിക്കപ്പെട്ടൊരു കാര്യമായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ശരീഅത്തിൽ മൗനവ്രതം എന്ന് പറയുന്ന ഒരു ഇബാദത്ത് നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ചെയ്ത ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഉത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. ഒരിക്കൽ അബൂ ഇസ്രായേൽ എന്ന് പറയപ്പെടുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം നോമ്പ് നോറ്റിട്ട് വെയിലത്ത് മിണ്ടാതെ വെയിലും കൊണ്ടിങ്ങനെ നിൽക്കുകയാണ്. അയാൾ തണലിലിരിക്കൂല, നിൽക്കുക തന്നെ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പ്രതിജ്ഞ എടുത്തുകൊണ്ട് വെയിലത്ത് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഇത് കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇത് ഇങ്ങനെ തീരുമാനം എടുത്ത ആളാണെന്ന് പറഞ്ഞപ്പോൾ നബി പറഞ്ഞത്, നോമ്പൊഴിച്ച് ഉപവാസം ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ അയാളോട് ഒഴിവാക്കാൻ പറയുക, സംസാരിക്കണം, വെയിലത്ത് നിൽക്കാതിരിക്കണം, അങ്ങനെ ഉപവാസം പൂർത്തിയാക്കാനും ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലത്തും ഇതുപോലെ മൗനവ്രതമെടുത്തൊരു സ്ത്രീയെ അദ്ദേഹം അറിഞ്ഞപ്പോൾ പറഞ്ഞത്, ഇസ്ലാം ഈ ആചാരം തകർത്ത് കളഞ്ഞിരിക്കുന്നു, അങ്ങനെ ചെയ്യരുത് എന്നാണ്. അപ്പോൾ മൗനവ്രതം എന്നത് ഇസ്ലാമിക ശരീഅത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ശരീഅത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അക്കാലത്ത് അതൊരു ആരാധനാ രീതിയോ അല്ലെങ്കിൽ ഒരു പരിപാടിയോ ആയിരുന്നു. അതുകൊണ്ടാണ് മറിയം ബീവി ആരോടും സംസാരിക്കരുത് എന്ന നിർദ്ദേശം മറിയം ബീവിക്ക് നൽകുന്നത്. കാരണം അത്തരമൊരു സാഹചര്യത്തിൽ മൗനമാണ് അവർക്ക് ഏറ്റവും ഭൂഷണമായിട്ടുള്ളത് എന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഈ മൗനവ്രതം എന്ന രീതി യഥാർത്ഥത്തിൽ ഇസ്ലാം ആ രീതിയിൽ അങ്ങനെ അംഗീകരിച്ചിട്ടില്ല. പകരം ഒരാൾക്ക് അനാവശ്യമായ സംസാരങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നത് എത്ര നല്ലതാണ്. കുൽ ഖൈർ ഔ ലിയസ്മുത്, നല്ലത് പറയുക അല്ലെങ്കിൽ മൗനം പാലിക്കുക എന്നുള്ളത് തന്നെയാണ് ഇസ്ലാമിക ശരീഅത്തിലും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഇത് മൗനവ്രതം ആവർത്തിക്കുന്നു എന്നുള്ളത് കള്ളം പറയാനുള്ളൊരു ഉപദേശം എന്ന അർത്ഥത്തിലല്ല, അനാവശ്യ ചർച്ചകളിൽ നിന്നും വേണ്ടാധീനങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാനുള്ളൊരു പരിചയം പോലെ അത് സ്വീകരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് അത് ആ നിർദ്ദേശം മറിയം ബീവിക്ക് നൽകുന്നത്. ഇനി ഇങ്ങനെ
മറിയം ബീവി ഈ ആളുകളോട് സംസാരിക്കാതെ മറ്റ് കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് ഞാനിത് അള്ളാഹുവിനോട് ഞാൻ നോമ്പ് നേർന്നിരിക്കുകയാണെന്നുള്ള മറുപടി കൊടുക്കാനാണ് മലക്ക് ജിബ്രീൽ മറിയം ബീവിയെ ഉപദേശിക്കുന്നത്. ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാൻ കഴിയും. ഫഅത്തത് ബിഹി ഖൗമഹാ തഹ്മിലുഹു ഖാലൂ യാ മറിയമു ലഖദ് ജിഅ്തി ശൈഅൻ ഫരിയ്യാ. ഫഅത്തത് ബിഹി, ഫഅത്തത് അങ്ങനെ അവൾ ചെന്നു, ബിഹി അവനുമായി, ഖൗമഹ അവളുടെ ജനതയുടെ അടുത്തേക്ക്, തഹ്മിലുഹു അവനെ ചുമന്നും കൊണ്ട്, ഖാലു അവർ പറഞ്ഞു യാ മറിയമു മറിയമേ ലഖദ് ജിഅ്തി നീ ചെയ്തിരിക്കുന്നു, ശൈഅ ഒരു കാര്യം, ഫരിയ്യ കുറ്റകരമായൊരു കാര്യം നീ ചെയ്തിരിക്കുന്നു. ഫഅത്തത് ബിഹി ഖൗമഹ, ഒന്നുകൂടി, ഫഅത്തത് അവൾ ചെന്നു, ബിഹി അവനുമായി, ഖൗമഹ തൻ്റെ ജനതയുടെ അടുത്തേക്ക്, തഹ്മിലുഹു അവനെ ചുമന്നും കൊണ്ട്, ഖാലു അപ്പോൾ അവർ പറഞ്ഞു യാ മറിയമു മറിയമേ ലഖദ് ജിഅ്തി ശൈഅൻ ഫരിയ്യ മറിയമേ തീർച്ചയായും നീ കുറ്റകരമായൊരു കാര്യം ചെയ്തിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ ചരിത്രം ഇങ്ങനെ പരത്തി പറയല, അതിൻ്റെ ചുരുക്കിയ ആയത്തുകളിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുകയാണ്. അങ്ങനെ 26-ാമത്തെ ആയത്തിനും 27-ലേക്ക് കടക്കുമ്പോഴേക്കും മറിയം പ്രസവിച്ചു, ആ കുഞ്ഞുണ്ടായി. സ്വാഭാവികമായും ആളുകളൊക്കെ അത് അറിഞ്ഞു, ഇതൊക്കെ അതിലുള്ളിൽ അണ്ടർസ്റ്റുഡായ കാര്യങ്ങളാണ്. അങ്ങനെ ഫഅത്തത് ബിഹി ഖൗമഹ തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ആളുകളുടെ അടുത്തേക്ക് ചെന്നു. ഇനിയും മറച്ചിരിക്കാനും ഒളിഞ്ഞിരിക്കാനും മറിയം തീരുമാനിച്ചില്ല. തനിക്ക് ജനിച്ച കുഞ്ഞിനെയും കൊണ്ടാണ് ജനങ്ങളുടെ അടുക്കലേക്ക് ചെല്ലുന്നത്. തഹ്മിലുഹു, ഇത് കാണുമ്പോൾ ഒരു വിവാഹിതയല്ലാത്ത കന്യകയായ ഒരു സ്ത്രീ താൻ പ്രസവിച്ചൊരു കുഞ്ഞുമായിട്ട് ജനമധ്യത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ആളുകളൊക്കെയും പറഞ്ഞു, ഖാലു അവർ പറഞ്ഞു യാ മറിയം മറിയമേ ലഖദ് ജിഅ്തി ശൈഅൻ ഫരിയ്യ നീ വളരെ എന്താ പറയുക, ഫരിയായ വളരെ കുറ്റകരമായ ഒരു കാര്യമാണ് നീ ചെയ്തിരിക്കുന്നത് എന്ന് പറയാണ്. ഫരിയ് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഇഫ്രാ എന്ന് പറഞ്ഞാൽ ഈ കേടായ ചർമ്മത്തിൽ നിന്ന് കേടായ തൊലിഭാഗം മുറിച്ച് കളയോ കരിച്ചു കളയോ ചെയ്യുന്നതിനാണ് ഇഫ്രാ എന്ന് പറയാം. അങ്ങനെ ഒരു ശരീരത്തിലെ കേടായ ഭാഗം കരിച്ചു കളയോ മുറിച്ച് കളയോ ചെയ്യുക, സർജറിക്കാണ് പറയാം. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതവിടെ ഉണ്ടാകുന്നത് അപമാനകരമാണ്, ദോഷകരമാണ്, തെറ്റാണ് എന്ന രീതിയിൽ അതിനെ മാറ്റിക്കളയേണ്ട സാധനം എന്നർത്ഥത്തിലാണ്. അതിൽ നിന്നാണ് ഈ ഫരിയ എന്ന വാക്ക് വന്നത്. ആ ഫരീനപ്പം അർത്ഥം ഏറ്റവും മ്ലേച്ഛമായ, ഏറ്റവും മോശമായ മഹാപാപം, ഭയങ്കരമായ സദാചാര ലംഘനം, ഇതിനൊക്കെയാണ് പിന്നീട് ആ വാക്ക് പ്രയോഗിക്കുന്നത്. അപ്പോൾ നീ വളരെ മോശമായ, ഒരിക്കലും താങ്ങാൻ കഴിയാത്ത, എനിക്കൊന്നും മനസ്സിലാകാത്ത, ഒരിക്കലും നിന്നിൽ നിന്ന് സംഭവിക്കാൻ പാടില്ലാത്ത വളരെ മോശമായ ഒരു കാര്യമാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. അത്തത്ത് ബിഹി ഖൗമഹ തൻ്റെ ആ കുഞ്ഞിനെയും കൊണ്ട് ജനങ്ങളുടെ അടുത്തേക്ക് ചെന്നപ്പോൾ തഹ്മിലുഹു അവനും ചുമന്നുകൊണ്ട്, ഖാലു അവർ പറഞ്ഞു യാ മറിയം മറിയമേ ലഖദ് ജിഅ്തി ശൈഅൻ ഫരിയ്യ നീ ഏറ്റവും മ്ലേച്ഛമായ മോശമായ ഒരു കാര്യമാണ് നീ ചെയ്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ അടുത്ത ഭാഗവും വരുന്നുണ്ട്. യാ ഉഖ്ത ഹാറൂന മാ കാന അബൂകി ഇംറഅ സൗ യാ ഉഖ്ത ഹാറൂന മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയ്യ. യാ ഉഖ്ത ഹാറൂൻ, ഉഖ്ത് സഹോദരി, അഹുൻ സഹോദരൻ, ഉഖ്ത് സഹോദരി. യാ ഉഖ്ത ഹാറൂൻ, ഏ ഹാറൂനിൻ്റെ സഹോദരി, മാക്കാന ആയിരുന്നില്ല, അബൂക്കീനിൻ്റെ പിതാവായിരുന്നില്ല, ഇംറഅ സൗ ദുഷിച്ച മനുഷ്യനായിരുന്നില്ല, ഒമാക്കാനത്ത് ആയിരുന്നില്ല, ഉമ്മുക്കീനിൻ്റെ ഉമ്മ ബഗിയ ദുർനടപ്പുകാരിയുമായിരുന്നില്ല. ഒന്നുകൂടി പറയാം. യാ ഉഖ്ത ഹാറൂൻ, ഏ ഹാറൂനിൻ്റെ സഹോദരി, മാക്കാന അബൂക്കി നിൻ്റെ ഉമ്മയായിരുന്നില്ല, ഇംറഅ സൗ ദുഷിച്ച മനുഷ്യനായിരുന്നില്ല, വമാക്കാനത്ത് ആയിരുന്നില്ല, ഉമ്മുക്കി നിൻ്റെ ഉമ്മ ബഗിയ ദുർനടപ്പുകാരിയും ആയിരുന്നില്ല. അപ്പോൾ ആളുകളുടെ പ്രതികരണം വളരെ ശക്തമായ ഭാഷയിലാണ്.
അവർ പറഞ്ഞത് ഹാറൂനിൻ്റെ സഹോദരി എന്നാണ്. ഹാറൂനിൻ്റെ സഹോദരി എന്ന് പറയുന്നത് ഒരു നന്മ പ്രതീക്ഷിക്കേണ്ട ഒരാളിലേക്ക് ചേർത്ത് അവളെ ഓർമ്മപ്പെടുത്തിയതാണ്. സഹോദരി എന്നുള്ളതിന് പകരം ഹാറൂൻ എന്ന് പറയുന്ന ഒരു വിശിഷ്ടനായ മനുഷ്യൻ്റെ സഹോദരിയല്ലേ, നിന്നിൽ നിന്നാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. ഈ ഹാറൂൻ ആരാണ് എന്നതിനെ സംബന്ധിച്ച് ഒരുപാട് ചർച്ചയുണ്ട്. ഹാറൂനിനെ സംബന്ധിച്ച് പറയുന്ന ചർച്ചകൾ വേറെ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ചില ആളുകൾ പറയുന്നത് ഇത് ഹാറൂൻ എന്ന് പറയുന്നത് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ സഹോദരനായിരുന്ന പ്രവാചകനായ ഹാറൂൻ നബി അലൈഹി സ്വലാമാണ് എന്നർത്ഥത്തിലാണ്. ഹാറൂൻ നബി അലൈഹി സ്വലാമിനെ ഉദ്ദേശിച്ചാണ് ഇവിടെ ഹാറൂൻ ഈ വാക്ക് പറയുന്നത് എന്ന് ചില ആളുകൾ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, മറിച്ച് ഈ ഹാറൂൻ എന്ന് പറയുന്നത് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ സഹോദരനാകുമ്പോൾ മറിയം ബീവിയും തമ്മിൽ ആയിരക്കണക്കിന് വർഷത്തെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ആയിരക്കണക്കിന് വർഷത്തെ വ്യത്യാസമുള്ള ഒരാളെ മുൻകാല സമൂഹത്തിലെ ഒരാളിലേക്ക് ചേർത്തിട്ട് ഇങ്ങനെ പറയുമോ എന്നാണ് വേറൊരു വിശദീകരണം. ഇത് സംബന്ധമായിട്ട് മുഗൈർ ബിൻ ശുഐബ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസുണ്ട്. ലമ്മ ഖദിംതു നജ്റാന സഅലൂനി, ഞാൻ നജ്റാനിലേക്ക് പോയപ്പോൾ നജ്റാനിലെ ക്രിസ്തീയ സഹോദരന്മാർ എന്നോട് ചോദിച്ചു. ഫഖാലു, അവർ പറഞ്ഞു, ഇന്നക്കും തഖ്റഊ, നിങ്ങളൊക്കെ ഖുർആൻ ഓതുന്നുണ്ടല്ലോ, യാ ഉഖ്ത ഹാറൂൻ എന്ന് ഖുർആൻ ഓതുന്നുണ്ടല്ലോ. മറിയം സൂറത്തിൽ 28-ാമത്തെ ആയത്തിൽ യാ ഉഖ്ത ഹാറൂൻ, ഹാറൂനിൻ്റെ സഹോദരി എന്ന് നിങ്ങൾ ഖുർആനിൽ പാരായണം ചെയ്യുന്നുണ്ടല്ലോ. വ മൂസ കബില ഈസാ ബികദാ ബകദാ, മൂസ എന്ന് പറയുന്നത് ഈസാ നബീനേക്കാൾ ഇന്ന അകലത്തിലുള്ള ആളല്ലേ. വലമ്മ കദിംതു, ഇത്രയും വ്യത്യാസമല്ലേ എന്ന് പറഞ്ഞാൽ ഒരുപാട് 10-11 തലമുറകളുടെ വ്യത്യാസമുള്ള ആയിരക്കണക്കിന് വർഷത്തെ വ്യത്യാസമല്ലേ. അങ്ങനെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഒരാളുടെ പേരിലേക്ക് ചേർത്ത് പറയുന്നത് എന്തർത്ഥത്തിലാണ് എന്ന് നജ്റാനിലെ ക്രിസ്ത്യാനികൾ മുഗൈർ ബിൻ ശുഐബ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു അത്രേ. അപ്പോൾ അദ്ദേഹത്തിന് അവർക്ക് മറുപടി കൊടുക്കാനൊന്നും അറിയില്ല. എന്താ അപ്പോൾ ഇതിനിങ്ങനെയെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം പിന്നീട് ചോദിച്ചറിയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫലമ്മ ഖദിംതു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുത്ത് വന്നപ്പോൾ സഅൽതുഹു അൻ ദാലിക, അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചു. ഫഖാല, അപ്പോൾ റസൂല് പറഞ്ഞു, ഇന്നഹും കാനു യുസമ്മൂന ബി അംബിയാഇം വസ്സാലിഹീന ഖബലഹും, ഇന്നഹും നിശ്ചയമായും അവർ കാനു ആയിരുന്നു, യുസമ്മൂന പേര് വെക്കുന്നവരായിരുന്നു, ബി അംബിയായും വസ്സാലിഹീന ഖബലഹും, അവർക്ക് മുമ്പ് വന്ന അംബിയാക്കന്മാരുടെയും സാലിഹീങ്ങളുടെയും ഒക്കെ പേര് കൂടെ ചേർക്കലുണ്ടായിരുന്നു എന്ന് നിനക്ക് പറയാമായിരുന്നില്ലേ? ഒരു സാമാന്യ ഉത്തരം കൊടുക്കാലോ. ഹാറൂൻ, അതായത് ഒരു കുടുംബത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ആളിലേക്ക്, അത് അംബിയാക്കന്മാരോ സാലിഹീങ്ങളൊക്കെ ആണെങ്കിൽ അവരിലേക്ക് ചേർത്ത് ആ കുടുംബത്തെ പറയുക എന്നുള്ളത് പണ്ടുണ്ടായിരുന്ന ഒരു രീതിയാണല്ലോ. നിനക്ക് ആ രീതി വെച്ചിട്ട് മറുപടി പറയാമായിരുന്നല്ലോ. പക്ഷേ നീ എന്താ എന്ന് മറുപടി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മറുപടി കൊടുത്ത് സഹീഹ് മുസ്ലിമിലെ ഹദീസ് കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടിനും തെളിവാണ്. ചില ആളുകൾ പറയുന്നത് ഇത് മൂസാ നബിയുടെ കാലത്തുള്ള ഹാറൂൻ നബിയിലേക്ക് ചേർത്തുകൊണ്ട് തന്നെ പറയുന്നതാണെന്നാണ് ചില മുഫസ്സിറുകളുടെ വിശദീകരണം. അതേസമയം വേറെ ചില മുഫസ്സിറുകൾ വിശദീകരിക്കണം, അങ്ങനെയല്ല, ഈ മഹാന്മാരുടെ പേര് പിൽക്കാലത്തുള്ള ആളുകൾ ഇങ്ങനെ ആവർത്തിച്ചിടും. ഞങ്ങളുടെ കുടുംബത്തിൽ, അതായത് ഹാറൂൻ നബിയുടെ കുടുംബത്തിൽ ജനിച്ചൊരു കുടുംബം തന്നെ ആയിരിക്കും ഇത്. അപ്പോൾ ഹാറൂൻ നബി അലൈഹി സ്വലാം ആ കുടുംബ പരമ്പരയിലെ പ്രഗത്ഭനായ വ്യക്തിയായതുകൊണ്ട് ആളുകൾ പിന്നീട് ആ പേരിങ്ങനെ ആവർത്തിച്ചിട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഉള്ള കൂട്ടത്തിൽ അവർക്കൊക്കെ പരിചിതനായ ഹാറൂൻ്റെ ഒരു സഹോദരി, ഹാറൂൻ എന്ന് പറയുന്നൊരു സഹോദരി മറിയം ബീവിക്ക് ഉണ്ടായിരിക്കാം. അദ്ദേഹം നല്ല വ്യക്തിയും ഉന്നത വ്യക്തിയുമായിരിക്കും. അത്തരം ഉന്നത വ്യക്തിയായ ഒരാളുടെ സഹോദരി എന്ന് ഓർമ്മപ്പെടുത്തണം. കാരണം ഇനി പറയാൻ പോണത് നീ ഒരു ഉന്നത സ്ത്രീയല്ലേ, എന്നിട്ട് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് മറിയം ബീവിയെ അവർ ഉഖ്ത ഹാറൂൻ എന്ന് വിശേഷിപ്പിച്ചത്. അങ്ങനെ വിശേഷിപ്പിച്ചിട്ട് അവർ വീണ്ടും ചോദിക്കുന്ന ചോദ്യം ഇതാണ്, മാക്കാന അബൂക്കിംറഅസൗ, നിന്റെ പിതാവ് ഒരു ചീത്ത മനുഷ്യനായിരുന്നില്ലല്ലോ. വമാക്കാനത്ത് ഉമ്മുക്കി ബഗിയ, നിന്റെ ഉമ്മ ഒരു ദുർനടപ്പുകാരിയല്ല. അഥവാ ഒരു മോശം കുടുംബത്തിലോ മോശം ബാപ്പാക്കും ഉമ്മാക്കും ജനിച്ചൊരു സ്ത്രീയൊന്നും അല്ലല്ലോ നീ ഒരു വിശുദ്ധയായ സ്ത്രീയാണ്. എന്ന് മാത്രമല്ല ബൈത്തുൽ മഖ്ദിസിലേക്ക് നേർച്ചയാക്കപ്പെട്ട ഒരു സ്ത്രീയാണ്. വിശുദ്ധമായ ജീവിതം നയിക്കാൻ ബാധ്യതയുള്ള ഒരാളാണ്. നിൻ്റെ കുടുംബം, നിൻ്റെ പാരമ്പര്യം, നിൻ്റെ മാതാപിതാക്കളൊക്കെ ഉന്നതരാണ്. എന്നിരിക്കെ നീ എന്തുകൊണ്ടാണ് ഇത്രയും മോശമായ
ഈ ഫരിയായ അഥവാ വിനാശകരമായ കുറ്റകരമായ ഒരു കാര്യം നീ എന്തുകൊണ്ടാണ് ചെയ്തത് എന്ന് സ്വാഭാവികമായും ഈ ആ നാട്ടുകാർ ചോദിക്കുകയാണ്. അപ്പോൾ ഈ വിഷയം നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ചെയ്യും. അതായത് മറിയം ബീവി പ്രസവവേദന വന്നപ്പോൾ അവർ ഒരു ഈത്തപ്പനയുടെ ചുവട്ടിലേക്ക് വന്നു. അവിടെ വെച്ചിട്ട് അവർ വിലപിച്ചെങ്കിലും മറിയം ബീവിയോട് കൃത്യമായി തന്നെ പറഞ്ഞത്, നിങ്ങൾ ഇതിൽ പ്രയാസപ്പെടേണ്ട, ഒരു വിളിയാളം മലക്ക് വിളിച്ചുകൊണ്ട് അവരോട് പറഞ്ഞത്, നിങ്ങൾ പ്രയാസപ്പെടേണ്ട. വനാദത്തുഹുൽ മലായിക്ക വനാദാഹ, അവരെ വിളിച്ചിട്ട് പറഞ്ഞു, നീ അല്ലാ തഹസനി, ദുഃഖിക്കണ്ട. വക്കത് കത് ജാല റബ്ബുക്ക് തഹത്തക്ക് സരിയ, നിനക്ക് താഴെ ഒരു അരുവി ഒഴുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വഹുദ്ദിയിലേക്ക് വിജിതോ നഹല, ഈത്തപ്പന തടി ഇലേക്ക് വിജിതോ നഹല, ഈത്തപ്പന തടി ഒന്ന് കുലുക്കിയാൽ നിനക്ക് ഋതബഞ്ജനിയായ നല്ല പഴുത്ത ഈത്തപ്പഴം ലഭിക്കും. അത് ഫക്കുലി വസ്റബി വഖരി അയിന, അത് തിന്നുകയും കുടിക്കുകയും അങ്ങനെ കൺകുളിർമുണ്ടാവുകയൊക്കെ ചെയ്യണം. എന്നിട്ട് ആളുകൾ നിന്നോടത്തെങ്കിലും ചോദിക്കാൻ വേണ്ടി വന്നാൽ നീ പറയേണ്ടത്, ഇന്നി നദർത്തുൽ റഹ്മാനി സൗമ, ഞാൻ അള്ളാഹ്ക്ക് നോമ്പ് നേർന്നിരിക്കുകയാണ്, അതുകൊണ്ട് പോലെ നുക്കല്ലിമൽ യൗമ ഇൻസിയ, ഞാനൊരു മനുഷ്യരോടും ഇനി സംസാരിക്കുകയില്ല എന്നാണ് പറയേണ്ടത്. അങ്ങനെ നിർദ്ദേശം നൽകി. എന്നിട്ട് അവർ പ്രസവിച്ച് ആ കുഞ്ഞുമായിട്ട് വാത്തത്ത് ബിഹി കൗമഹ തഹ്മിലു, ആ കുഞ്ഞിനെയും വഹിച്ചുകൊണ്ട് ആളുകൾക്കിടയിലേക്ക് സ്വാഭാവികമായി വന്നു. ഇനി മറിഞ്ഞിരിക്കാൻ അവർ തീരുമാനിച്ചില്ല. പക്ഷേ ഇത് കണ്ടപ്പോൾ ആളുകളൊക്കെയും പറഞ്ഞു, ലക്കത് ജിഅം ഫരിയ, നീ വളരെ കുറ്റകരമായൊരു കാര്യമല്ലേ ചെയ്തത്. എന്ന് മാത്രമല്ല, ഹാറൂൻ, ഹാറൂൻ്റെ സഹോദരി, അതിവിശിഷ്ടനായൊരു വ്യക്തിയുടെ സഹോദരി, മാക്കാന അബൂക്കിം മാക്കാനത്ത് ഉമ്മുക്കി ബഗിയ, നിൻ്റെ പിതാവ് വളരെ നല്ലൊരു മനുഷ്യൻ, അദ്ദേഹം ഒരു ചീത്ത മനുഷ്യനായിരുന്നില്ല, നിൻ്റെ ഉമ്മ ഒരു ദുർനടപ്പുകാരിയായിരുന്നില്ല. അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു കുടുംബത്തിൽ നിന്ന് നീ ഇത്രയും വലിയൊരു പാതകം, ഭർത്താവോ വിവാഹം കഴിക്കാത്ത അല്ലെങ്കിൽ കുടുംബജീവിതം നയിക്കാത്ത നീ ഒരു കുഞ്ഞിനെയും പ്രസവിച്ചുകൊണ്ട് കുഞ്ഞുമായിട്ട് കടന്നു വരുന്നത് എത്രമാത്രം ഗൗരവമുള്ളൊരു കാര്യമാണ് എന്ന് ആളുകൾ പ്രതികരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ മൗനവ്രതം എടുത്തിരിക്കുന്നു എന്ന് പറയണമെന്ന് പറഞ്ഞാൽ അവിടെ മൗനവ്രതം പിന്നെ സംസാരിക്കുക എന്നുള്ള അർത്ഥം, അത് ആംഗ്യം കൊണ്ട് ഞാൻ മൗനവ്രതം എടുത്തിരിക്കുകയാണെന്ന് അവർ സൂചിപ്പിക്കുകയാണ്. ആ നാട്ടിൽ മൗനവ്രതം എന്നതൊരു ആചാരമാണെങ്കിൽ ഒരാൾ മൗനവ്രതം എടുത്തു എന്നത് ആംഗ്യരൂപേണ കാണിക്കാനുള്ളൊരു രീതിയും ആ കാലത്തുണ്ടായിരിക്കും. ആ ആംഗ്യരൂപേണ കാണിച്ചു എന്നേ അവിടെ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. എന്തായാലും ഇനിയാണ് കാര്യങ്ങൾ കിടക്കുന്നത്. ഇതിൻ്റെ മറുപടി സാക്ഷാൽ ഈസാ അലൈഹിസ്സലാം എന്ന് പറയുന്ന കുട്ടി തന്നെ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാക്കാം. നന്നായി ഈ വിഷയങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച പോലെ പ്രബോധിത സമൂഹത്തിൻ്റെ മുമ്പിൽ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാൻ ഇത്തരം വിഷയങ്ങളൊക്കെ പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. അതിനൊക്കെ ഉതകുന്ന നല്ല പ്രബോധകന്മാരും ഉന്നതരായ വ്യക്തികളുമായി മാറാൻ അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഇജ്അൽ ഖുർആന ലിഖുലൂബിനാ ളിയാഅ വലിഅബ്സാരിനാ ജലാഅ وليسقامنا دواء ولذنوبنا ممخصا وعن النار مخلصا واخر دعوانا ان الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.